ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിൽ മോശം പ്രകടനമാണ് സാന്റോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ 8 മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള 7 മത്സരങ്ങളിലും സമനിലകളും തോൽവികളും സാന്റോസിന് വഴങ്ങേണ്ടി വരികയായിരുന്നു. നെയ്മറുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ നെയ്മറെ ധൃതി പിടിച്ചുകൊണ്ട് തിരികെ കൊണ്ടുവരേണ്ടതില്ല എന്ന തീരുമാനം പരിശീലകനും സാന്റോസും എടുക്കുകയായിരുന്നു. ഏതായാലും പൗളിസ്റ്റ A1-ൽ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് അടുത്തതായി കൊണ്ട് സാന്റോസിനെ കാത്തിരിക്കുന്നത്. അതായത് നോറോസ്റ്റ എന്ന ടീമാണ് സാന്റോസിന്റെ എതിരാളികൾ. ഫെബ്രുവരി 8-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബ്രസീലിയൻ മാധ്യമമായ UOL ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈ മത്സരത്തിനുള്ള സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും. പക്ഷേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യില്ല, മറിച്ച് ബെഞ്ചിൽ നിന്നുകൊണ്ടായിരിക്കും അദ്ദേഹം വരിക. അഥവാ പകരക്കാരൻ്റെ വേഷത്തിലായിരിക്കും ഈ നിർണായകമായ മത്സരത്തിൽ സാന്റോസിന് വേണ്ടി നെയ്മർ കളിക്കുക എന്നാണ് റിപ്പോർട്ട്. ഈ മത്സരത്തിൽ സാന്റോസിന് വിജയിക്കൽ അനിവാര്യമാണ്. കൂടാതെ മറ്റൊരു ടീമായ വെലെ ക്ലൂബ ബ്രാഗാൻഡിനോക്കെതിരെ വിജയിക്കാതിരിക്കുകയും വേണം. എന്നാൽ മാത്രമാണ് ഫൈനൽ റൗണ്ട് സാധ്യതകൾ അവിടെ അവശേഷിക്കുകയുള്ളൂ. ഈ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ സാന്റോസിന് പുറത്താവേണ്ടി വരും എന്നുള്ളതാണ്. അതായത് വളരെ നിർണായകമായ ഒരു മത്സരമാണ് ഇപ്പോൾ സാന്റോസിനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കും എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.